വളരെ സാഹസികപരമായി ആര്യ ഇപ്പോൾ ആറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ അറിഞ്ഞാടി. പിന്നെ ഇപ്പൊ ചെറുപ്പം മേടിച്ചു തരാം നിനക്ക്. കാലൊക്കെ എന്തുവാടി? ഇതൊക്കെ കാലൊക്കെ ചുമന്നിരിക്കുന്ന മൈലാഞ്ചിയോ? കുങ്കുമം. പിന്നെ മേക്കപ്പ് സെറ്റിന്റെ. പിന്നെ സിന്ദൂരോ? അതേനല്ലേ കുങ്കുമം. അവനെന്തേ നന്ദു എന്തേ? കയ്യൊന്ന് കാണിച്ചേ. ഇതെവിടുന്നാ പറിച്ചേ? എവിടുന്ന്? എന്താ പിന്നെന്തിനാ ഇത്ര ഒരുങ്ങി സുന്ദരിയായിട്ട് ഇവിടെ നിന്ന്? ഞാൻ രാവിലെ വീഡിയോ പിടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലേ നീ ഒരുങ്ങി ഇവിടെ നിന്ന്? പിന്നെ എവിടെ പോവാൻ? ഞാൻ ചുമ്മാ പറഞ്ഞു, എവിടെ പോകുന്നൊന്നുമില്ല. രാവിലെ ഞാനിവിടെ നിൽക്കാൻ വന്നേ അടി. നീ എന്തിനാ ഒരുങ്ങിയൊക്കെ നിന്ന്? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞപ്പോഴത്തേക്ക് നീ അങ്ങ് ഒരുങ്ങിയ. ഞാൻ ഇവിടെ നിൽക്കുവോ? ഈ ഉടുപ്പിടും, എന്നിട്ട് വെളുപ്പിനെ അങ്ങ് പോകും. വണ്ടി കൊടുക്കണ്ടേ എനിക്ക്? അതിനകത്തില്ല, നോക്കണ്ട. അതിനകത്തില്ലടി. അതിനകത്ത് അമ്മ നിനക്ക് തന്നു വിട്ട പേരയ്ക്ക മാത്രമുണ്ട്. ഇല്ല, നല്ല നാടൻ രുചി തേടി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഹരിപ്പാട് രാജൻ അച്ഛൻ്റെ വീട്ടിലൂണിലാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരു നാടൻ വീട്ടിലൂണ് തന്നെ അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ്. നമുക്ക് എന്തായാലും ആദ്യം ഉള്ളിലോട്ട് പോവാം. ഇത് അച്ഛൻ്റെ വീട് തന്നെയാണ് കേട്ടോ, ഹോട്ടലാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ നമ്മളെ ആദ്യം അവർ സ്നേഹത്തോടെ കൊണ്ടുപോയത് അവിടുത്തെ അടുക്കളയിലേക്കാണ്. അവിടെ നമുക്ക് വറക്കാനുള്ള മീനൊക്കെ ഇവിടെ അരപ്പൊക്കെ തേച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ അവിടെ തലക്കറിയും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അത് ആ ഭാഗത്തേക്കൊന്നും നമ്മൾ നോക്കിയില്ല, നമുക്കതൊന്നും ഇപ്പോൾ കാണണ്ട, ഷൂട്ട് ചെയ്യേണ്ടത് പറഞ്ഞതുകൊണ്ട്. പിന്നെ ദേ ഇവിടെ നമുക്ക് ചോറ് കൊടുക്കാനുള്ള പാത്രവും എല്ലാ കറികളും ഒക്കെ സൈഡിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ അവർ പെട്ടെന്ന് അങ്ങ് എടുത്ത് കൊടുക്കുകയാണ്. അധികം ഇട്ട് താമസിപ്പിക്കുകയൊന്നുമില്ല. അച്ഛൻ എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? 25 വർഷമായി, 24 വർഷമായി, 25 വർഷമാണ്. തുമ്പപ്പൂ നിറത്തിലുള്ള പാകം വേവായ ചോറിലേക്ക് ചൂരക്കറി, മീൻ വറുത്ത്, മീൻ പറ്റിച്ചത്, കക്കായിറച്ചി തോരൻ തുടങ്ങിയ വിവിധ തരം സൈഡ് ഐറ്റംസ് അങ്ങോട്ട് വാരി വിതറിയിരിക്കുകയാണ്. 100 രൂപയുടെ ഊണല്ലേ, എന്നാൽ പിന്നെ നീ ഇത്ര അങ്ങ് തിന്നാൽ മതി എന്ന് ഓർത്തിട്ടുള്ള ഒരു പിശുക്കും അവർ നമ്മുടെ പ്ലേറ്റിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഫോട്ടോഗ്രാഫർ ഇല്ലാതെ എന്ത് കല്യാണം എന്ന് പറയുന്നത് പോലെ മീൻ വറുത്തില്ലാതെ എന്ത് ഊണ്. അതുകൊണ്ട് നമ്മളൊരു നാടൻ സിലോപ്പി വറുത്തതും കരിമീൻ വറുത്തതും പിന്നെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ബീഫും കൂടെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. എൻ്റെ പൊന്ന് രാമൻകുട്ടി, ഇങ്ങേരോട് ഞാൻ ഒരു 10,000 വട്ടം ചോദിച്ചേ ചോറിട്ടേന്ന്. അപ്പോൾ ഇവൻ്റെ അമ്മയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തല്ലേ എൻ്റെ വീട്, എന്നിട്ട് ഇവൻ എന്നോട് ഇങ്ങനെ കാണിക്കാവും എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടാമതും വീണ്ടും ചോറൊന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. ആദ്യം നമ്മുടെ ചോറ് ഇട്ടത് തന്നെ നമുക്ക് വയറ് നിറയാനുള്ള അത്രയും തന്നെ ചോറ് തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ചോറിട്ടെ, കറിയിട്ടെ, തോരനിട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. അതുകൊണ്ട് നമുക്ക് വീണ്ടും ചോറ് വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാര്യമൊക്കെ ശരിയാണ്, നമ്മുടെ രാജനച്ഛൻ നല്ല സ്നേഹത്തോടെ ചോറും കറിയും എല്ലാ ആവശ്യത്തിലധികം വിളമ്പിത്തരും. പക്ഷേ അത് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്വഭാവം അങ്ങ് മാറും കേട്ടോ. അതിൻ്റെ തെളിവ് ഇത് എപ്പോൾ കാണിച്ചു തരാം. നിങ്ങളിവിടെ കുറേ നാളായിട്ട് വരുന്നുണ്ടോ കഴിക്കാൻ? അതോ ആദ്യമായിട്ട് വരുന്നുണ്ടോ? എങ്ങനെയുണ്ട് രാജൻ ചേട്ടനല്ല, രാജൻ അച്ഛനെ വിളിക്കണം. എങ്ങനെയുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്? ആണ്. അപ്പോൾ ഫുഡിൻ്റെ രുചി കൊണ്ട് പിന്നെ നിങ്ങൾ വരുവാണ് ഇങ്ങോട്ട്. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ ഫുഡ്? എല്ലാം ഇഷ്ടമാണ്. വാങ്ങിക്കാറുള്ള തലക്കറി അതെങ്ങനെയുണ്ട്? വാങ്ങിച്ചില്ല. ഇവിടുത്തെ ഊണ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ശ്രുതി വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്ത് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആണോ? കൊല്ലത്തുനിന്ന് ഇത് കഴിക്കാൻ വേണ്ടി വരുന്നതാണോ അതോ എവിടെയെങ്കിലും പോയിട്ട് ആണോ? എവിടെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടിട്ട് വരുവാണോ അതോ ആണോ?
ഇപ്പോൾ ഇതേ നമ്മൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജനച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് വള്ളക്കാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വള്ളത്തെ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. നല്ല സ്നേഹമുള്ള അച്ഛൻ, അത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ലേ. ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, കാരണം കിടിലൻ ഊണായിരുന്നു. അപ്പോൾ ഈ ആലപ്പുഴ, ഈ ഹരിപ്പാട് ഭാഗത്തൊക്കെ വരുന്നവർ മസ്റ്റായിട്ടും കയറി കഴിക്കേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് കയറി. ഇവിടെ അങ്ങ് ബോർഡൊന്നും വെച്ചിട്ടില്ല. ആ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബോർഡൊന്നും വെച്ചിട്ട് അങ്ങനെയുള്ള പ്രശസ്തിയൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തോ വേണ്ട നിർബന്ധിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അധികം വെക്കുന്നതിലൊരു ചെറിയൊരു ദേഷ്യമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അധികം വെക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവള് കുറേ അധികം വെച്ചിട്ട് അതുകൂടെ കഴിക്കുക, അല്ലെങ്കിൽ ഇത് പൊതിഞ്ഞ് വീട്ടിൽ തന്ന് വിടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. അപ്പം ഞങ്ങളെന്തായാലും ഞങ്ങൾ അത്യാവശ്യം വയറ് നിറയുന്ന വരെ ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് പൊട്ടാറായി ഇരിക്കുവാണ്. ഇപ്പം ആണെങ്കിൽ രാജൻ ചേട്ടൻ, അതായത് രാജൻ അച്ഛൻ പറഞ്ഞു ഇവിടെ വള്ളമുണ്ട്. നമ്മുടെ കായലാണോ ആറാണോ ഓടി എന്തറിയത്തില്ല, രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറം ഉള്ളതല്ലേ കായൽ. എന്തായാലും ഇവിടെ നമ്മുടെ ആറാണെന്നാണ് അവർ പറഞ്ഞത്. ഇതിനകത്ത് വള്ളമൊക്കെ വരുന്നുണ്ട്. ആ വള്ളത്തിൽ കയറ്റി അപ്പുറത്തൊക്കെ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. പൈസ ഒന്നും തരത്തില്ല ആരും. പിന്നെന്താ ആണോ? ഫേസ്ബുക്കിലല്ല, യൂട്യൂബിലാ ഇടുവാ. എന്നാ അച്ഛൻ ആ മാസ്ക് ഒന്ന് താത്തേ, മുഖം ഒന്ന് കാണട്ടെ. ഇതാണ് നമ്മുടെ ഈ വള്ളത്തിലെ വള്ളം എന്താ പറയുക, കടത്ത്. അപ്പുറത്തുള്ളവരെ ഇപ്പുറത്ത് കൊണ്ടുവരും, ഇപ്പുറത്തുള്ളവരെ അപ്പുറത്തും കൊണ്ടുവരും. പിന്നെ വിദേശത്തിൽ നിന്നൊക്കെ വരുന്നവരെ ഇവിടെയൊക്കെ കറങ്ങാനും എല്ലാം കൊണ്ടുവരും. എന്തുവാ അച്ഛന്റെ പേരെന്തുവാ? മനോഹരന്റെ ചേട്ടനാണ് അവിടെ ഓർഡർ ചെയ്യണത്. വലിയ മുതലാളിയാ. രാജനച്ഛന്റെ അനിയനാണോ? ആ മുതലാളിയുടെ അനിയനാ. ഒന്നും പേടിക്കണ്ട, അതിൽ ഇരുന്നു തൂക്കണം. ഇരുന്നോ? പേപ്പറില്ലെന്നാണ് കേറട്ടെ. കയറിക്കോ, ഇതൊക്കെ ധൈര്യത്തിൽ ആ തടി അങ്ങ് മാറ്റും. കാല് കയറിക്കോ, അതിലിരുന്നു ഇറക്കാം. നമ്മളിപ്പം രാജനച്ഛൻ്റെ വീട്ടിൽ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞിട്ട് നമ്മൾ വള്ളത്തിൽ കയറിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നീ ആദ്യമായിട്ടാണോ കയറുന്നത് വള്ളത്തിൽ? അല്ല, ഞാൻ കുഞ്ഞിലെ കാട് കയറിയിട്ടുള്ളതാണ്, പിന്നെ ഇപ്പോഴാണ് കയറുന്നത്. നല്ല രസമുണ്ട്. വെള്ളത്തിലിട്ട് കാരണം രാവിലെ ആകുമ്പോൾ വിരിയും. അന്നേരം നമുക്ക് കാണാം. അങ്ങനല്ലേ വെള്ളത്തിൽ പിടിക്കണം, അന്നേരം തണ്ട് കിട്ടും. അപ്പം നമുക്ക് വേണ്ടി ഇതേ താമര പറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരിഞ്ഞിട്ടില്ല, ഇത് വിരിയുമല്ലേ രാവിലെ. മതി 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 മതി, അതൊന്നും വിരിയത്തില്ല. ഒന്ന് പറിച്ചോളം പറയുമ്പോഴത്തേക്ക് അങ്ങ് ആക്രാന്തം കാണി. ആണോ? ഉപ്പുണ്ടോ? ഇത് കായലാണോ ആറാണോ? ഞാനിതുവരെ വെള്ളത്തിലൊന്നും കഴിയിട്ടില്ല. അയ്യോ, അവളുടെ മേക്കപ്പ് എല്ലാം പോയി. നമ്മൾ വീഡിയോ പിടിക്കുന്നുണ്ടിരുന്നു. നമ്മള് കണ്ണിന്റെ മേലെ എന്ത് ചുമല കളറിലെ ഏതാണ്ടൊക്കെ ഇട്ട്, എനിക്കത് എന്തുവാന്ന് പോലും അറിയത്തില്ല. ഐലൈനറും ഐഷാഡും ഒക്കെ വാരി തൂത്തോണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്തോണ്ടത്. വെള്ളം കോരി ഒഴിച്ചത് മൊത്തം പോയി. ഉപ്പുണ്ടോ? അങ്ങോട്ടും ഇച്ചിരി ഉപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ആയതുകൊണ്ട് അല്ലാതെ അവളെ നാക്കി തിന്നേനെ. ഉപ്പൊക്കെ ഭയങ്കര ഇഷ്ടം. വേണ്ട, ഓ നിന്നെ താമര മാറ്റടി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറത്ത് വരണമെങ്കിൽ ഈ വള്ളം വേണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തുള്ളവർക്ക് അപ്പുറത്തോട്ട് വേണമെങ്കിലും വള്ളം വേണം. ഇവിടെ അല്ലാതെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ബന്ധിപ്പിക്കുന്ന അങ്ങനത്തെ പാലങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഈ അങ്കിള് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇപ്പുറത്ത് വരും, പിന്നെ ആരെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകും, പിന്നെ അപ്പുറത്ത് ചെല്ലും, അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക.
ഈ ചേട്ടൻ ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നേ. എന്തുവാ പറഞ്ഞെന്നറിയാവോ? പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇടുമ്പം അതിന് പറ്റിയ ഒരു ക്യാപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഹോട്ടൽ മതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അച്ഛൻ നമ്മൾ കഴിച്ചുകൊണ്ട് നമ്മൾ കഴിച്ച് തീരണ്ട, അതിന് മുമ്പ് ഇനിയും വല്ലതും വേണോ മതിയോ ചോദിച്ചോട്ടെ നമ്മുടെ പുറകെ നടക്കും കേട്ടോ. വേറെ ഒരിടത്തും ഇത് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഭയങ്കര സ്നേഹമായിട്ടാണ് അച്ഛൻ എല്ലാം എടുത്തുകൊണ്ട് വരുന്നതാണെങ്കിലും അച്ഛൻ്റെ വൈഫാണെന്ന് തോന്നുന്നു. ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അകത്ത്, പിന്നെ വേറെ 2 പേര് അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൻറ്റിമാരാണെന്ന് തോന്നുന്നു, വേറെ 2 പേര്. എല്ലാവരും നല്ല സ്നേഹമാണ് നമ്മളോട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അതേ ഫീലാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേടി? എന്തുവാ? ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊളി വൈബും. നമ്മൾ നേരെ നമ്മുടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ആറാണ് കാണുന്നത്. പൊളി സ്ഥലമാണ്, നല്ല ഫുഡുമാണ്. എന്തായാലും നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അവര് നീ അന്ന് 10K സെലിബ്രേഷൻ പാടിയ പോലെ എന്തെങ്കിലും പാട്ട് വല്ലതും കണ്ടുവച്ചിട്ടുണ്ട്? ഇവള് നേരത്തെ പറഞ്ഞ് ഇവള് അന്ന് പാട്ട് പാടിയതിന് ഇവളുടെ കൂട്ടുകാരികൾ, എന്തുവാ കൂട്ടുകാരിയുടെ പേര്? കൂട്ടുകാരി പിന്നെ വേറെ ആരാണ്ടൊക്കെ ഇവളെ കളിയാക്കി. കൂട്ടുകാരിയുടെ പേരെന്തുവാന്ന് പറഞ്ഞ്? ആരൊക്കെയാ കളിയാക്കിയേ? ആരാന്ന് പേര് പറ ആരാന്ന് പറയടി, പറ. അമ്മു, ആതിര ചേച്ചി, പിന്നെ പാടിയത് ഇച്ചിരി കുളമായിപ്പോയി. ഇച്ചിരി അല്ല, ഒത്തിരി കുളമായിപ്പോയി. നീ അവിടെ പോയി നിന്നെ ആ പാട്ട് ഒന്നുകൂടെ പാടിക്കേ. ഇല്ല, പാടത്തില്ല. എന്നാ വേറൊരു പാട്ട് പാട്. എടി എന്നാ ഒരു ഡാൻസ് കളിക്കടി. ആ കായലിന്റെ ആ വെള്ളത്തിൽ നിന്നുകൊണ്ടൊരു ഡാൻസ് കളിക്ക്. ആക്രാന്തം കാരണം അവള് പിന്നെയും പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ദൈവമേ, വിളിച്ചോണ്ട് വരുകയും ചെയ്തു. വെള്ളത്തിൽ കിടന്ന് ഭയങ്കര കളിയാ. ഡീ ഫോണിലോട്ടൊക്കെ വെള്ളം വീണല്ലേ, തൂക്കിയെടുത്ത് ഞാൻ കായലിലോട്ട് എറിയും. കായലാണോ ആറാണോ? ഇവിടോട്ടാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, അവിടെ നിന്ന് പോരുന്നേ. നമ്മൾ ഇത്ര നേരം അവിടെ നിൽക്കുകയായിരുന്നു. അവിടെ കുറേ ആൾക്കാർ കുളിക്കാൻ വന്നു. നമ്മളവിടെ നിൽക്കുന്നതുകൊണ്ട് അവർ കുളിക്കാതെ അവിടെ മാറി നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ നൈസായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് മാറിയപ്പോഴത്തേക്ക് അവർ നൈസായിട്ട് കുളിക്കാനായിട്ട് പോയി എല്ലാവരും. അപ്പം നമ്മളെന്തായാലും രാജൻ അച്ഛൻ്റെ വീട്ടിലൂണ് കഴിച്ചിട്ട് അത് ദഹിക്കാറായി. ഞങ്ങൾ അത്ര നേരം ഇവിടെ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. എന്തായാലും നമ്മളിനി തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോവാടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ രാജനച്ഛനോട് ഒരു ടാറ്റ പറഞ്ഞിട്ട് പോയാലോ? ശരി എന്നാ പിന്നെ ഒരു ദിവസം വരാം. എന്റെ ചെന്നിത്തല. ശരി, ടാറ്റ. कैसे बताए क्यों तुझको चाहे यारा, पता ना पाए बातें दिलों की, देखो जो बाकी आंखें तुझे समझ आए. तू जाने ना, तू जाने ना, तू जाने ना.